നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ പ്രശ്നക്കാരായ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. യെല്ലോ കളറിലും അതുപോലെ തന്നെ റെഡ് കളറിലും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ മൊബൈലിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് വളരെ കുറയും. അതുപോലെ തന്നെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ മൊബൈൽ അമിതമായിട്ട് ചൂടാകാൻ തുടങ്ങും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഇതിലൂടെ ഒരൊറ്റ ക്ലിക്കിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എത്രത്തോളം പെർമിഷൻ എടുക്കുന്നുണ്ട് എന്നും നമുക്ക് ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനും സാധിക്കും. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ IND ന്യൂസ് ഫോക്കസ് എന്ന് സ്പേസ് ഇടാതെ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈറ്റ് ഏറ്റവും മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തംബ്നെയിൽ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ തന്നെ എഴുതിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. മൊബൈലിൽ പ്രശ്നക്കാരായ ആപ്പുകൾ ഉണ്ടോ കണ്ടെത്താം, റിമൂവ് ചെയ്യാം. ഈ തംബ്നെയിലിൽ താഴെ റീഡ് മോർ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തംബ്നെയിലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതിയ കാണാൻ സാധിക്കും. ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇനി ഈ ഒരു തംബ്നെയിൽ കാണുന്നില്ല എങ്കിൽ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്ന 3 ലൈൻസ് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഈ സെർച്ച് ബാറിൽ വൈറസ് എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക. ഓക്കെ, വൈറസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു തംബ്നെയിൽ കാണാം. ആ തംബ്നെയിലിന് താഴെ റീഡ് മോർ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും നിങ്ങൾക്ക് ഇവിടെയും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനും സാധിക്കും. എന്നിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. ഇവിടെ സ്കാൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ ഇതുവരെ ആയിട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇൻബിൽറ്റ് ആയിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷനുകളും മൊത്തത്തിൽ സ്കാൻ ചെയ്തിട്ട് അതിൽ പ്രശ്നക്കാരായ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണിക്കും. അവിടെ റെഡ് മാർക്കോ അല്ലെങ്കിൽ യെല്ലോ മാർക്കോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ അത് പ്രശ്നക്കാരായ ആപ്ലിക്കേഷനാണ്. ഉടനെ തന്നെ നിങ്ങളത് റിമൂവ് ചെയ്യണം. അതുമാത്രമല്ല ഓരോ ആപ്ലിക്കേഷനുകളും എത്രത്തോളം പെർമിഷൻ എടുക്കുന്നത് എന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ മൊബൈൽ ഇതാ ഈ ലൈനിൽ മൊത്തത്തിൽ ഗ്രീൻ കളറാണ്. പ്രശ്നക്കാരായ ഒരു ആപ്ലിക്കേഷനും ഇല്ല. ഇനി നിങ്ങളുടെ മൊബൈൽ ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇവിടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതാ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്തും പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇവിടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഓരോ ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് എത്രത്തോളം പെർമിഷൻ എടുക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ നിന്ന് തന്നെ ആ ഡിലീറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ആപ്ലിക്കേഷൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും ഈ ഒരു ആപ്ലിക്കേഷൻ സുഹൃത്തുക്കൾക്ക് കൈമാറാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളത് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.